19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി വഖഫ് ഔലത്തിനെതിരെ പ്രിവ്യൂ കൗൺസിലിൽ നിന്ന് വിധിയുണ്ടായിരുന്നു. എന്നാൽ ഈ വിധി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ വലിയ എതിർപ്പിന് കാരണമായി. തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായി 1913-ലാണ് വഖഫ് സംബന്ധിയായ ഒരു നിയമം നിലവിൽ വരുന്നത്, ദ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് 1913. ഇതിനുശേഷം വഖഫ് പ്രോപ്പർട്ടിയുടെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റിനുമായി നിലവിൽ വന്ന നിയമമാണ് മുസൽമാൻ വഖഫ് ആക്ട് 1923. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1954-ൽ കേന്ദ്ര സർക്കാർ വഖഫ് ആക്ട് 1954 പാസാക്കി. ഈ നിയമം 1964-ൽ ഭേദഗതി ചെയ്തിരുന്നു. പിന്നീട് നിയമം റദ്ദാക്കി 1995-ൽ വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പിലാക്കി. 2013-ൽ ഭേദഗതി ചെയ്ത വഖഫ് ആക്ട് 1995 ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഈ നിയമത്തിന് 44ഓളം ഭേദഗതി വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് ഭേദഗതി ബിൽ 2024.